ചിലരൊക്കെ പറയും നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് നല്ല എക്സസൈസ് ചെയ്താൽ മതി, അതാണ് നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അല്ലാണ്ട് ഭക്ഷണത്തിൽ കൺട്രോൾ ഒന്നും ചെയ്യേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ഒരു 70 കിലോഗ്രാമുള്ള ഒരു അഡൽട്ട് മെയിലിന്, ഒരു പുരുഷന് വേണ്ടത് സാധാരണ ഒരു ദിവസം 2000 മുതൽ 2500 വരെ കിലോ കാലറിയാണ്. ഒരു സ്ത്രീക്കാണെങ്കിൽ 1500 മുതൽ 2000 വരെ കിലോ കാലറിയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ 70 kg ആണെങ്കിൽ 1 ഗ്രാം മുതൽ 1.5 ഗ്രാം പെർ kg ആണ്. അതായത് 70 മുതൽ 100 ഗ്രാം പ്രോട്ടീൻ നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ടോട്ടൽ കാലറിയുടെ 30% താഴെ ഫാറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ളത് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം. അതിൻ്റെ കൂടെ വൈറ്റമിൻസ്, മിനറൽസ്, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുകയും വേണം. ഒരു പഴംപൊരി, ഒരു ബനാന ഫ്രൈ കഴിക്കുമ്പോൾ അതിൽ ഏകദേശം 100 കിലോ കാലറി ഉണ്ട്. സാധാരണ നമ്മൾ ഉച്ചയ്ക്കത്തെ മീൽസ് കഴിക്കുമ്പോൾ ഒരു സെർവിങ്സിന് തന്നെ ഏകദേശം 150 കിലോ കാലറിയാണ്. ഒരു ബിരിയാണി കഴിച്ചാൽ 250 കാലറിയാണ്. നമ്മളൊരു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സാധാ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 250 കാലറി മാത്രമേ ബേൺ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു പഴംപൊരി ഒരു ദിവസം എക്സ്ട്രാ കഴിച്ചാൽ അതിൻ്റെ കാലറി ബേൺ ചെയ്യണമെങ്കിൽ അരമണിക്കൂർ മിനിമം നമ്മൾ നടക്കണം, എന്നാൽ മാത്രമേ അതിന് ഈക്വൽ ഉണ്ടാവുള്ളൂ. ഒരു ബിരിയാണിയെ കഴിക്കുന്നെങ്കിൽ നമ്മൾ 1 മണിക്കൂർ നടക്കണം, അല്ലെങ്കിൽ അരമണിക്കൂർ ഹെവി വർക്കൗട്ട് ചെയ്യണം. അപ്പോഴേ നമ്മളൊരു ബിരിയാണി എക്സ്ട്രാ കഴിച്ചതിൻ്റെ കാലറി നമുക്ക് ബേൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ച് എക്സ്ട്രാ കഴിച്ചിട്ട് അത് ബേൺ ചെയ്യാം, എക്സസൈസ് ചെയ്യാം എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് കഴിക്കണം, വൈറ്റമിൻസ്, ഫ്രൂട്ട്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കണം, ഫാറ്റ് കുറച്ചു കൊണ്ടുവരണം. ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ ആദ്യം ക്രമീകരണം നടത്തണം, അല്ലാതെ ഒരുപാട് ഭക്ഷണം കഴിച്ച് എക്സസൈസ് ചെയ്ത് ശരിയാക്കി കളയാം എന്നുള്ള ധാരണ തെറ്റാണ്.